കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിക്കുകയാണ്. 300 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത്. 3 മരണങ്ങൾ കൂടി കോവിഡുമായി ബന്ധപ്പെട്ട മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കുന്ന ഘട്ടമുണ്ട് സംസ്ഥാനത്ത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുകയാണ്. വിഷ്ണു, ആ പഴയ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ കാലഘട്ടം തുടങ്ങിയതിൻ്റെ ഒരു ആശങ്ക പെട്ടെന്ന് ഈ വാർത്തകൾ വരുമ്പോൾ തോന്നുകയാണ്. എന്താണ് ഈ കോവിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കോവിഡ് കേസുകൾ ഇപ്പോൾ ഉയരുന്ന സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് കാണുന്നത്. ആ ഒരു ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടക്കുന്നതെന്ന് ഒരു ആശങ്കയുണ്ട്. പ്രധാനമായും പരിഗണിക്കേണ്ടത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 300 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നത്. 358 കേസുകൾ രാജ്യത്താകമാനം ഉണ്ടായപ്പോൾ അതിൽ 300 എണ്ണവും കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 292 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കോവിഡ് വർദ്ധിച്ചു വരുന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. 2341 ആക്റ്റീവ് കേസുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ വീണ്ടും രോഗം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒമിക്രോൺ വകഭേദം ഉണ്ടായത് ഒരു വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ 21 പേരിൽ നിന്നാണ് JN1 കോവിഡ് വകഭേദം രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നത്. അൻഷാദ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഉന്നതതല യോഗമൊക്കെ ചേർന്നിരുന്നു. ഈ തുടർ നടപടികൾ സ്വീകരിക്കുകയും വലിയ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പേടി വേണ്ട, ആശങ്ക വേണ്ട, പക്ഷെ ജാഗ്രത വേണം എന്നതിലേക്ക് കേന്ദ്രവും പറയുന്നൊരു ഘട്ടമുണ്ട്. എന്തൊക്കെയാണ് ഈ തിരുവനന്തപുരത്ത് ഐസൊലേഷൻ വാർഡുകൾ രൂപീകരിക്കുന്നു? അപ്പോൾ എന്തൊക്കെയാണ് ഈ പുതിയ ക്രമീകരണങ്ങൾ? ഇങ്ങനെ പെട്ടെന്ന് ഈ കോവിഡിൻ്റെ വീണ്ടുമുള്ള ഒരു വരവ് തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ സംസ്ഥാനം ചെയ്തിരിക്കുന്നത്? ഇതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ളത് ഇന്നലത്തെ ഉന്നതതല യോഗത്തിന് ശേഷം? അജിൻഷാദ്, പ്രധാനമായും പറയേണ്ടത് ഉന്നതതല യോഗത്തിൽ ആശങ്ക വേണ്ട, കോവിഡ് വ്യാപനം വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും നമ്മൾ കണക്കാക്കേണ്ട, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ അറിയിച്ചിരുന്നു, നവകേരള സദസ്സ് മായി ബന്ധപ്പെട്ട് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് കേസുകൾ പൂഴ്ത്തിവെക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോവിഡ് വ്യാപനം ഇല്ല എന്ന് പറഞ്ഞു പരത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ആ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി കോവിഡ് വ്യാപനത്തെ കുറിച്ചുള്ള യഥാർത്ഥ വിവരം പുറത്തു വരുന്നതെന്ന് VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനോടൊപ്പം തന്നെ ഐസൊലേഷൻ വാർഡുകളും എല്ലാം പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട്. ഏതായാലും തലസ്ഥാനത്തടക്കം എല്ലാ സ്ഥലങ്ങളിലും ആശുപത്രികളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി വേണ്ട രീതിയിലുള്ള പരിശോധനകൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമല്ല. കൂടുതൽ രോഗം കാണുന്നത് കൂടുതൽ പേരിൽ പരിശോധന നടത്തുന്നത് കൊണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. എന്നാലും ഓരോ ദിവസവും കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച 115 പേർക്കാണ് കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം വീണ്ടും 292 പേരായി ഇപ്പോൾ 300 പേരിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് കോവിഡ് വ്യാപനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കേരളത്തിലാണ് കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്നതെന്നും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം ആശങ്കയ്ക്ക് വകയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം, കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം കൂടുതൽ പേരിൽ പരിശോധന നടത്തുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ്. അജിംഷാദ്, ശരി, തീർച്ചയായും. കാരണം കേരളത്തിലാണ് കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം കൂടുതൽ പരിശോധനകളും കൃത്യമായ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ്. എന്തായിരുന്നാലും വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ സാഹചര്യത്തിൽ, കോവിഡുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യത്തിൽ ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോൾ